മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ വേനൽ കനവിൽ പെയ്യുന്നില്ലേ ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. അച്ഛാ, സൂരജ് പറഞ്ഞ പോലെ നമ്മൾ വിഗ്രഹം അന്വേഷിക്കണം. പോലീസിന്റെ അന്വേഷണത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ ശരിയാവില്ല. ചിലപ്പോൾ മീരയ്ക്ക് ജോലി പോയത് പോലും ടെൻഷനൊന്നും ഇല്ലാതെ വിഗ്രഹം തേടി ഇറങ്ങാൻ ഒരു അവസരം കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. നമുക്കങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാലോ. നിനക്ക് ലോക്കൽ ഏരിയ എല്ലാം നല്ല പരിചയമുള്ളതല്ലേ? നീ ഹരിയേട്ടന്റെ കൂടെ വിഗ്രഹം അന്വേഷിച്ചിറങ്ങണം. ഞാൻ റെഡിയാണ്. ഞാനത് പറഞ്ഞല്ലോ. വേണ്ട, എന്താ വേണ്ടത് നമുക്ക് ആലോചിച്ച് ചെയ്യാം. ഞാൻ പറഞ്ഞപ്പോ ആരും അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. ഇപ്പൊ മീരയുടെ ജോലി നഷ്ടപ്പെട്ടത് കണ്ടോ? ബീനയ്ക്ക് വയ്യാതായതുകൊണ്ടാണ് മീര ലീവ് എടുത്തത്. അത് മനസ്സിലാക്കാനുള്ള മനസാക്ഷി പോലും ഇല്ലാത്ത കമ്പനിയിൽ ജോലി ചെയ്തിട്ട് എന്ത് കാര്യം? മീരയുടെ പ്രശ്നങ്ങളൊന്നും അവരെ മനസ്സിലാക്കാതെ അവളെ പിരിച്ചുവിട്ടത് എന്തുകൊണ്ടാ? വിഗ്രഹം നഷ്ടപ്പെട്ടതിന്റെ കുഴപ്പം കൊണ്ട് തന്നെയാ, അല്ലാതെ മീരയുടെ സമയദോഷം കൊണ്ടൊന്നും അല്ല. ആദ്യം ആ വീട്ടിലുള്ളവർക്ക് കിട്ടാനുള്ള ദോഷങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോ ആ ദോഷങ്ങൾ ഇങ്ങോട്ട് വരും. ഭഗവാൻ ആർക്കും ഒരു ദോഷവും വരുത്തില്ല. വെറുതെ ആവശ്യമില്ലാത്തോർത്തൊന്നും വിഷമിക്കണ്ട തന്നെ. വിഷമിക്കേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ അമ്മേ? കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹം നഷ്ടപ്പെട്ട തറവാടുകളിൽ സുഹൃതക്ഷയം സംഭവിക്കുമെന്നും കുലദേവത കോപിക്കുമെന്നും എല്ലാരും പറയാറില്ലേ? വിഗ്രഹം നഷ്ടപ്പെട്ടാൽ പൂജകൾ നിർത്തും. കുലദേവതയെ പൂജിക്കാത്തവർ സ്വന്തം മനസ്സിനെയോ പ്രവൃത്തികളെയോ പോലും തിരിച്ചറിയാത്തവരാണ്. അവർക്ക് ചിന്തകളിലോ പ്രവൃത്തികളിലോ യാതൊരു നിയന്ത്രണവും സ്വാധീനവും ഉണ്ടാവില്ല. ഒരു കൊമ്പിൽ നിന്നും മറ്റൊരു കൊമ്പിലേക്ക് ചാടി പിടിക്കുന്ന കുട്ടിക്കൊരങ്ങനെ പോലെ ചിന്തകൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറി മാറി പോയിക്കൊണ്ടിരിക്കും. അതിനിടയിൽ അറിയാതെ പല കുഴപ്പങ്ങളിലും കയറിപ്പിടിക്കും. അങ്ങനെ ജീവിതം നാശത്തിന്റെ വഴിയിൽ നീങ്ങും. അതെ, അത് അമ്മ പറഞ്ഞത് ശരിയാ. വിഗ്രഹം മോഷണം പോയത് നമ്മുടെ ആരുടെയും തെറ്റുകൊണ്ടൊന്നുമല്ലല്ലോ. അതുകൊണ്ട് നീ വെറുതെ പാനിക് ആവണ്ട. മനസ്സിൽ ഈശ്വരനുണ്ടല്ലോ. കണ്ണടച്ചു പിടിച്ച് ഭഗവാനെ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പൂജ ചെയ്യുക. ആ പൂജ ഉറപ്പായിട്ടും ഭഗവാൻ സ്വീകരിക്കും. ഏറ്റവും മഹത്തായ പൂജ മാനസപൂജയാണെന്ന് എത്രയോ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. പണ്ട് വിഗ്രഹം നഷ്ടപ്പെട്ടപ്പോ സംഭവിച്ച കാര്യങ്ങള് അമ്മയും മനോജേട്ടനും പറഞ്ഞു തന്നത് കേട്ട ഞാൻ കാര്യങ്ങൾ അറിഞ്ഞതും മനസ്സിലാക്കിയതും. അല്ലാതെ ഇതൊന്നും ഞാനായിട്ട് മെനഞ്ഞെടുത്ത് പറഞ്ഞതൊന്നും അല്ല. അന്ന് സംഭവിച്ച കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യണം. അല്ലാതെ എവിടെയോ എന്തോ വായിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ കേട്ടാ ഞാൻ കുറച്ചു നേരം മിണ്ടാതിരിക്കുമെന്നല്ലാതെ ശാശ്വതമായ പരിഹാരമൊന്നും ഉണ്ടാവില്ല. അതെ, നമ്മുടെ മോൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞ് ലോകം മുഴുവൻ കറങ്ങി നടക്കുമല്ലേ. അവന്റെ കാര്യത്തില് എനിക്ക് നല്ല പേടിയുണ്ട്. അവന്റെ കൂടെ പഠിച്ച ആർക്കും ഇങ്ങനത്തെ ഒരു കുഴപ്പമില്ല. പിന്നെ അവൻ മാത്രം എന്താ ഇങ്ങനെ ആയതെന്ന് എനിക്കറിയില്ല. ഒരു വടിയെടുത്ത് 4 എണ്ണം കൊടുത്ത് വീട്ടിലോട്ട് കയറിയിരിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ അവൻ കയറിയിരുന്നേനെ. വല്ല കമ്പ്യൂട്ടറിൽ നോക്കിയിരുന്ന് ചെയ്യുന്ന ജോലിയോ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആയിരുന്നെങ്കിൽ പോലും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ അവനെ ഒന്ന് കാണണമെങ്കിൽ പോലും നോമ്പ് നോറ്റിരിക്കണം. എല്ലാത്തിനും മനോജേട്ടൻ വളം വെച്ച് കൊടുത്തിട്ടാ പിള്ളേർ ഇങ്ങനെ ആയിപ്പോയത്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വേണ്ടേ അവർ ചെയ്യാൻ? എന്നാലല്ലേ അവർക്ക് ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കാൻ പറ്റൂ. അവർക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാൻ നമ്മൾ ജീവിതകാലം മുഴുവൻ തീ തിന്നണോ? നീ തീയും തെനയും ഒന്നും തിന്നണ്ട. അവരവരുടെ ജീവിതം ജീവിക്കട്ടെ. പറ്റില്ല. ആ വിഗ്രഹം ഇവിടെ തിരിച്ചു കിട്ടുന്നവരെങ്കിലും അവനോട് ഇവിടെ വന്ന് നിൽക്കാൻ പറ.
വിഗ്രഹം കിട്ടിയിട്ട് വേണമെങ്കിൽ പോട്ടെ. ഏയ് അതൊന്നും പ്രാക്ടിക്കൽ അല്ല. വിശാൽ ഇതുവരെ എന്തോരം പാടുപെട്ടിട്ടായിരിക്കും അവന്റെ ചാനൽ ഇതുവരെ വളർത്തിയെടുത്തത്. അത് പെട്ടെന്ന് നിർത്താൻ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ്. അതിന് അവനോട് ചാനൽ നിർത്താൻ ആരാ പറഞ്ഞത്? അവൻ ഇവിടെ നിന്ന് വീട് വിടട്ടെ. ഏയ് നീ എന്ത് വിവരക്കേടായി പറയുന്നേ? വിശാലിന്റെ ചാനലിൽ ട്രാവൽ വീഡിയോ അല്ലേ അവൻ ഇടുന്നേ? അത് വീട്ടിലും ചെയ്യാൻ പറ്റൂ? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് രാവിലെ പോയി വൈകിട്ട് തിരിച്ചു വരാവുന്ന രീതിയിലുള്ള സ്ഥലത്തെ വീഡിയോകൾ ഇട്ടാ മതി. അതൊക്കെ അവൻ കോളേജിൽ പഠിക്കുമ്പോഴേ ഇട്ടതാ. ധന്യേ, വിശാലും വിദ്യയും അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങളാ ചെയ്യുന്നത്. അത് രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുമുണ്ട്. അതിനിടയ്ക്കൊരു വെറുതെ ഭരിക്കുന്നത് ശരിയല്ല. അതേ മോളെ, മക്കൾ ഒരു ജോലിയും ഇല്ലാതെ വീട്ടിൽ നിന്നാല് അച്ഛനമ്മമാരും മക്കൾക്ക് ജോലി കിട്ടണേന്നും പറഞ്ഞ് പ്രാർത്ഥിക്കും. അവർക്കെന്തെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞ് അതിലെ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ അവര് കഷ്ടപ്പെടുന്ന കാണുമ്പോ അതിന്റെ പേരിൽ പ്രാർത്ഥിക്കും. മനുഷ്യന് ആവശ്യങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല. ഇവിടെ ഇപ്പൊ വിശാലും വിദ്യയും അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ സന്തോഷത്തോടെ ചെയ്യുന്നു. അത് നീ ആഗ്രഹിക്കുന്ന രീതിയിലല്ലാത്തതായി പോയി എന്നതാണ് നിന്റെ പ്രശ്നം. നിന്റെ ഇഷ്ടത്തിനുള്ള ജോലി അവര് ചെയ്ത് ജീവിതകാലം മുഴുവൻ അവര് സന്തോഷമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കണ്ട നിനക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? അപ്പോ ഇങ്ങനൊക്കെ പോകും തന്നെയല്ലേ നല്ലത്. അത് തന്നെ ഞാനും പറഞ്ഞത്. ധന്യ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആവണ്ട. അമ്മ പറയും പോലെ വിഗ്രഹം പോയതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും. അതൊക്കെ സമയമാകുമ്പോൾ തിരിച്ചു കിട്ടുകയും ചെയ്യും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ മീരയെ പിരിച്ചുവിട്ടത് ശരിയായില്ല ആദർശ്. ഞാനും പറഞ്ഞതല്ലേ ആ കുട്ടിയെ പിരിച്ചുവിടണ്ടെന്ന്. മനസ്സിലുള്ളത് മറച്ചു വെക്കാതെ പെരുമാറുന്നതുകൊണ്ടാ മീര ലീവ് എടുത്തത്. ഓഫീസിൽ വന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടി സമയം കളഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ മീരയ്ക്ക് ശമ്പളമെങ്കിലും വാങ്ങാമായിരുന്നു. ആത്മാർത്ഥതയില്ലാതെ ജോലി ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാ ആ കുട്ടി ലീവ് എടുത്തത്. അതൊരു വലിയ കുറ്റമായി കണ്ട് നീ അതിനെ പിരിച്ചുവിടുകയും ചെയ്തു. ഇതൊന്നും ശരിയല്ല ആദർശ്. ആ കുട്ടിയുടെ ജാതകത്തിൽ ഞാൻ കണ്ടൊരു കാര്യം പറയാം. ഭഗവാന്റെ പ്രിയപ്പെട്ട ജന്മമാണ് മീര. ആ കുട്ടിയെ സംരക്ഷിക്കാൻ ഈശ്വരൻ പല രൂപത്തിൽ നേരിട്ട് പോലും എത്തുമെന്നാ കാണുന്നത്. അങ്ങനെയുള്ളൊരു കുട്ടിയെ വേദനിപ്പിച്ചാൽ, അവളുടെ കണ്ണീര് വീണാൽ അതിന്റെ ഫലം ഉടനെ അനുഭവിക്കേണ്ടി വരും. എന്റെ ആന്റി പറഞ്ഞു പറഞ്ഞ ആന്റി മീര ഒരു അവതാരമാക്കി മാറ്റല്ലേ? ദേവേട്ടനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. സ്റ്റാഫുകൾ കമ്പനിയുടെ സ്വത്തുക്കളാണെന്നാ ദേവേട്ടൻ പറയാറുള്ളത്. നിന്റെ മോഡേൺ മാനേജ്മെന്റിന്റെ ടെക്നിക്കുകളൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മളോട് മനസ്സിൽ എതിർപ്പുള്ള സ്റ്റാഫുകളാണ് നമ്മളൊപ്പം നിൽക്കുന്നതെങ്കിൽ കമ്പനിയുടെ വളർച്ച മുരടിക്കാൻ പ്രത്യേകിച്ച് വേറെ കാരണങ്ങളൊന്നും വേണ്ട. ഞാൻ ചെയ്തത് ശരി തന്നെയാണെന്നാ ഇപ്പോഴും എന്റെ വിശ്വാസം. അതിനെ ആരും പറഞ്ഞു തിരുത്താനൊന്നും ശ്രമിക്കണ്ട. മീരയുടെ അവസ്ഥ ഞാൻ അവളുടെ വീട്ടിൽ ചെന്ന് നേരിട്ട് കണ്ടതാ. ആ കുട്ടിയുടെ അമ്മ കാല് വയ്യാതെ കിടക്കുക. മാനസികമായി തളർന്നിട്ടും അതൊന്നും പുറത്തു കാണിക്കാതെ വീട്ടിലെ കാര്യങ്ങൾ കൂടി മീര നോക്കിക്കൊണ്ടിരിക്കുക. ഈ അവസ്ഥയിൽ ആരായാലും ലീവ് എടുക്കാതെ മറ്റെന്താ ചെയ്യുക? മീരയുടെ അമ്മയ്ക്ക് വയ്യാതായ കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ടല്ലേ എടുത്തിയാട് തീരുമാനം ഒന്നും എടുക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ മീരയുടെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തും മുമ്പേ നീ മീരയെ പിരിച്ചുവിട്ടെന്ന് മെയിൽ അയപ്പിച്ചു. പറയാൻ എല്ലാവർക്കും ഒരുപാട് എക്സ്ക്യൂസുകൾ ഉണ്ടാവും. മനുഷ്യർക്ക് അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളും ഉണ്ടാവും. എങ്കിലും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ലീവ് എടുക്കാൻ ചില മര്യാദകളുണ്ട്. അതെങ്കിലും മീര ചെയ്തിരുന്നെങ്കിൽ ന്യായം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വയ്യാത്ത കാര്യമൊന്നും മീര മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. മീര ലീവ് എടുത്തതിന്റെ കാരണം അതല്ലാത്തതുകൊണ്ടാ ആ കാര്യം മെൻഷൻ ചെയ്യാത്തത്. മാനസിക ബുദ്ധിമുട്ടിനെ ഒരു പ്രശ്നമായി അംഗീകരിക്കാനുള്ള മനസ്സ് നിനക്കില്ലാത്തതുകൊണ്ടാ നീ മറ്റു കാരണങ്ങൾ അറിഞ്ഞില്ലെന്ന് ന്യായം പറയുന്നത്. എന്തായാലും നീ ചെയ്തത് ശരിയല്ലെന്ന എന്റെ അഭിപ്രായം. ഞാൻ ചെയ്തത് ശരിയാണെന്ന എന്റെ അഭിപ്രായം. ഇവനിങ്ങനെ വാശി കാണിക്കാൻ തുടങ്ങി എന്ത് ചെയ്യും? എല്ലാം ശരിയാവും. അവന് അവന്റേതായ രീതികളുണ്ട്. നമ്മൾ പഴയ ജനറേഷൻ അല്ലേ, അത് അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും.
ജനറേഷൻ ഏതായാലും മനുഷ്യത്വം നോക്കണ്ടേ സുഭദ്രേച്ചി? അച്ഛാ ചായ. ആ അവിടെ വെച്ചോ മോളെ. അച്ഛൻ എന്തായി നോക്കുന്നേ? നമ്മുടെ വിഗ്രഹത്തിന്റെ കാര്യമാ. എവിടെയെങ്കിലും കള്ളന്മാരുടെ കയ്യിൽ നിന്ന് വിഗ്രഹം വല്ലതും കിട്ടിയോ എന്നുള്ള വാർത്ത വന്നിട്ടുണ്ടോ എന്ന് നോക്കിയതാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസുകാരെ നമ്മളെ അറിയിക്കില്ല അച്ഛാ? അറിയിക്കും, എന്നാലും ഒരു ആകാംക്ഷ. വിഗ്രഹം പോയതിന്റെ പേരിൽ മോൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതെങ്ങനെയെങ്കിലും കണ്ടെത്തി തരാതെ അച്ഛനൊരു സമാധാനം കിട്ടില്ല. പണ്ട് മായ ഉണ്ടായിരുന്ന സമയത്ത് മോൾ ഈ വിഗ്രഹം സ്വപ്നം കാണുമായിരുന്നു. എന്നിട്ട് കൃഷ്ണന്റെ വിഗ്രഹം വേണോന്ന് പറഞ്ഞ് വാശി പിടിച്ചു. ആ സമയത്ത് എൻ്റെ കയ്യിൽ അങ്ങനെ പണമൊന്നുമില്ല. വീട്ടിലെ കാര്യങ്ങൾ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാ പോകുന്നത്. മോളുടെ ആഗ്രഹം സാധിക്കാൻ ഞാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു സാധാരണ വിഗ്രഹം വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷേ മോൾ ആ വിഗ്രഹം വേണ്ടെന്നും സ്വപ്നത്തിൽ കണ്ട വിഗ്രഹം വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ചു. മോള് സ്വപ്നത്തിൽ കണ്ട വിഗ്രഹം ഏതാണെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. അന്ന് മോളുടെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റാതെ ഞാനും മായ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. എനിക്കതൊക്കെ ഓർമ്മയുണ്ട് അച്ഛാ. മോൾ ആഗ്രഹിച്ച വിഗ്രഹം ഭഗവാനായിട്ട് കൊണ്ടുവന്ന് തന്നിട്ടും അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമുണ്ട്. അച്ഛനാവുന്ന ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ ആ വിഗ്രഹം അന്ന് ആഗ്രഹിച്ചെങ്കിലും ഒരിക്കലും ചിന്തിക്കാത്തൊരു സമയത്താ ഭഗവാൻ എനിക്കത് തന്നത്. ഇപ്പോ അത് തിരിച്ചെടുത്തതും ഞാൻ ചിന്തിക്കാത്ത സമയത്താ. ഇതിനെല്ലാം ഭഗവാൻ ഒരു ഉദ്ദേശം ഉണ്ടാവും. ഓരോ കാര്യത്തിനും ഓരോ കാരണം ഉണ്ടാവുമെന്ന് കേട്ടിട്ടില്ലേ? പക്ഷേ അതിന്റെ പേരിൽ മോളുടെ ജോലി നഷ്ടപ്പെട്ടില്ലേ? ഇന്നും വിഗ്രഹം നഷ്ടപ്പെട്ടതോർത്ത് മോൾ ഒത്തിരി വേദനിക്കുന്നില്ലേ? ഞാൻ ഇത്രയും നാളും പൂജിച്ച ഭഗവാനെ നഷ്ടപ്പെട്ട എനിക്ക് സഹിക്കാൻ പറ്റുമോ അച്ഛാ? ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. തീർച്ചയായിട്ടും സമയമെടുക്കും മോളെ. എങ്കിലും അതൊരു അനിശ്ചിതാവസ്ഥയിലായി പോരുത്. പഴയ ജോലി പോയത് പോട്ടെ. മോള് പുതിയൊരു ജോലിക്ക് ശ്രമിക്കണം. ആപ്ലിക്കേഷൻ അയക്കണം. അയക്കാം. എനിക്ക് കുറച്ചുകൂടി സമയം വേണം. വിഗ്രഹത്തിന്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാവുമെന്ന് അറിയട്ടെ. അച്ഛൻ ചായ കുടിക്കാം. പിന്നെ ഞാൻ ആ സിദ്ധാർത്ഥനെ കണ്ടിരുന്നു. അല്ല, അടുത്ത പ്രശ്നമായിട്ട് ഞാൻ വരികയാണെന്നൊന്നും ചിന്തിക്കണ്ട. ഇക്കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിയെന്ന് തുറന്ന് സമ്മതിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല. സിദ്ധാർത്ഥിന് മോളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോന്ന് എനിക്ക് ഉറപ്പില്ല. മോൾക്ക് അങ്ങനെ തോന്നിയിരുന്നോ? അറിയില്ല അച്ഛാ, ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചില്ല. അതെന്താ? സിദ്ധാർത്ഥിനെ വിവാഹം കഴിക്കണമെന്ന് അച്ഛൻ പറഞ്ഞു. ഞാനതനുസരിക്കാൻ മനസ്സുകൊണ്ട് ശ്രമിക്കുകയായിരുന്നു. പക്ഷേ എനിക്കതിന് സാധിക്കുമെന്ന് ഇപ്പോഴും അറിയില്ല അച്ഛാ. വേണ്ട മോളെ, മോൾക്ക് താല്പര്യമില്ലെങ്കിൽ ഈ ആലോചന നമുക്ക് പ്രൊസീഡ് ചെയ്യണ്ട. അത് വിട്ടേക്കാം. ഒരു വിവാഹത്തിന് മോള് മനസ്സുകൊണ്ട് തയ്യാറാവുമ്പോൾ നമുക്ക് ആലോചിക്കാം. എന്റെ ആ തീരുമാനം ഒരു എടുത്തുചാട്ടമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി മോളെ. പ്രിയപ്പെട്ടതെല്ലാം നമുക്ക് നഷ്ടമാകുമ്പോൾ ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ച് ബോധ്യമുണ്ടായി സന്യാസത്തിലേക്ക് തിരിയുന്നതിനെക്കുറിച്ച് മുത്തശ്ശി കഥ പറഞ്ഞു തന്നിട്ടില്ലേ? ഉണ്ട്. എനിക്കുണ്ടായതും അത്തരം ഒരു തോന്നലായിരുന്നു. എന്റെ സുഹൃത്തിന്റെ മകൾക്ക് വന്ന അവസ്ഥ എന്റെ മകൾക്ക് വരരുതെന്ന് എനിക്കപ്പോൾ തോന്നി. അതിന്റെ ആ ഒരു ചിന്തയില് എന്തൊക്കെയോ കാട്ടിക്കൂട്ടാനുള്ള ഒരു തിടുക്കമായിരുന്നു. അതെല്ലാം മോള് മറന്നേക്ക്. അതൊന്നും സാരമില്ല അച്ഛാ. എന്റെ മനസ്സിൽ ഭഗവാന്റെ വിഗ്രഹം എങ്ങനെയെങ്കിലും തിരിച്ചിടണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ.
ബാക്കിയെല്ലാം നമുക്ക് പിന്നെ ആലോചിക്കാം. ഹരിയച്ചൻ പുറത്തേക്കൊന്നും പോയില്ലേ? ഇല്ല. എന്താ മോനെ? വിഗ്രഹത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വിവരം കിട്ടിയായിരുന്നോ? ഇല്ല. പോലീസുകാരെ വിശ്വസിച്ചിരുന്ന നമുക്ക് ഒരിക്കലും വിഗ്രഹം തിരിച്ചിട്ടാൻ പോകുന്നില്ല. ഇത് നമ്മുടെ ആവശ്യമാണ്. നമ്മൾ തന്നെ ഇറങ്ങി അന്വേഷിക്കണം. ഗ്രൗണ്ട് ലെവൽ ഇറങ്ങി തപ്പണം. അല്ലാതെ കാര്യം നടക്കില്ല. നമ്മൾ എവിടെ പോയി അന്വേഷിക്കും? നഷ്ടപ്പെട്ടത് ഒരു വിഗ്രഹമല്ലേ? അതൊരു ആന്റിക് പീസാണ്. നമ്മുടെ ഇവിടെ ടൂറിസ്റ്റ് ഏരിയയിൽ ആന്റിക് ഐറ്റംസ് വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട്. അവിടെയൊക്കെ നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. കള്ളന്മാരാരെങ്കിലും വിഗ്രഹം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് അവരെ സമീപിച്ചിരുന്നോ എന്ന് ചോദിച്ചറിയാലോ. സൂരജ് പറയുന്നത് നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നുന്നു അച്ഛാ. ഉറപ്പായിട്ടും സൂരജ് പറഞ്ഞ പോലെ നമുക്ക് അന്വേഷിക്കാം. ഞാൻ റെഡിയായിട്ട് വരാം. നമുക്ക് പോയി നോക്കാം സൂരജ്. എന്നാ ഞാനും വരാം. അയ്യോ വേണ്ട മോളെ, ഒരുപാട് സ്ഥലത്ത് പോയി വരണ്ടേ. ഞാനും സൂരജും കൂടെ പോയിട്ട് വരാം. ശരി. എന്നാ സൂരജ് പോയി റെഡിയായിക്കോ. ഞാൻ റെഡിയായിട്ട് വരാം. മതി മോളെ. മീരയെ പിരിച്ചുവിട്ടതിൽ ഒരു തെറ്റുമില്ല ആദർശേ. ആ പെണ്ണിന്റെ രീതിയും സംസാരവും ഒന്നും ഇന്റർവ്യൂവിന് വന്നപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മാധവേച്ചിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അന്നേ എനിക്ക് തോന്നിയ ഇത് അധികകാലം പോയില്ലെന്ന്. അവസാനം കണ്ടില്ലേ എന്തായെന്ന്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ തോന്നുന്ന പോലെ ലീവ് എടുക്കുന്നതൊക്കെ ക്ഷമിക്കാൻ പറ്റാവുന്ന കാര്യമാണോ? അക്കാര്യത്തിൽ മാത്രമേ എനിക്ക് മീരയോട് എതിർപ്പുള്ളൂ. ബാക്കി ജോലിയുടെ കാര്യത്തിലൊക്കെ ആ കുട്ടി പെർഫെക്റ്റ് ആയിരുന്നു. എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഡിസിപ്ലിനില്ലേ എല്ലാം കഴിഞ്ഞില്ലേ? അവക്ക് അതൊന്നും ഇല്ലെന്നേ. അത് വിടങ്ങളെ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഓക്കെ. എന്തായി നിന്റെ നിശ്ചയത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങാറായോ? അതാണ് ഇനി അടുത്ത തലവേദന. ആ ആലോചന ഒഴിവാക്കാൻ ഞാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ സാധിക്കുന്നില്ല. അഭിയാണെങ്കിൽ നിശ്ചയം പെട്ടെന്ന് നടത്താൻ അമ്മയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. വിസ്മയ ഇപ്പൊ ഇവിടില്ലല്ലോ, ബാംഗ്ലൂർ പോയിരിക്കല്ലേ? ആണോ? ആർക്കറിയതൊക്കെ? അതെ, അവിടെ ഇപ്പൊ കൂട്ടുകാരികളൊന്നുമില്ല. പിന്നെ ഡ്രസ് എടുക്കാൻ മാത്രമായി ബാംഗ്ലൂർ വരെ പോകേണ്ട കാര്യം എന്തുവാ? എനിക്കറിയില്ല. അവക്ക് എന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ട്. പക്ഷേ കൃത്യമായ തെളിവ് കിട്ടാതെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഞാനെന്തായാലും അന്വേഷിക്കുന്നുണ്ട്. ഹലോ, അതെ, ഞാൻ ഓഫീസിലാണ്. പറഞ്ഞോളൂ. എപ്പോഴായിരുന്നു? ഓക്കെ. ഏത് ഹോസ്പിറ്റലില്? ശരി, വേറെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? ശരി, ഓക്കെ. എന്താ ആദർശേ? നമ്മൾ ചെയ്തൊരു ഫ്ലാറ്റിന്റെ ലിഫ്റ്റ് പൊട്ടി വീണ് ഒരാൾക്ക് സാരമായി പരിക്കുണ്ടെന്ന്. സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. പ്രശ്നമാണല്ലോ. ഇതൊരു വലിയ ഇഷ്യൂ ആവുമല്ലോ ആദർശേ. അങ്കിളൊന്ന് സ്ഥലത്ത് പോയി എല്ലാം ഒന്ന് ഡീൽ ചെയ്ത് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്ക്. ശരി, ഞാൻ പോവാം. ഇപ്പൊ തന്നെ ഇറങ്ങാം. ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ നോക്കണം. ഫണ്ട് എത്രയാ ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് അങ്കിളൊന്ന് അറിയിച്ചാൽ മതി. ശരി. എങ്കിലും സമയം കളയണ്ട, അങ്കിൾ ഇറങ്ങിക്കോ. ഓക്കെ. ഹലോ. ഹലോ ഹരി, നിങ്ങളെവിടെയാ? ഞാനും സൂരജും കൂടെ വിഗ്രഹം കണ്ടെത്താനുള്ള ശ്രമത്തിലാ. അതിന്റെ ഭാഗമായിട്ടൊരു യാത്രയിലാ. സൂരജ് കൂടെ ഉണ്ടോ? ഉണ്ട്. ആന്റിക് ഐറ്റംസ് വിൽക്കുന്ന കടകളിൽ വെറുതെ ഒന്ന് തപ്പി നോക്കാന്ന് വിചാരിക്കുന്നു. സൂരജിന്റെ ഐഡിയ ആണ്.
അത് കേട്ടപ്പോ ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ലെന്ന് തോന്നി. അത് നല്ല കാര്യമാണ്. നമുക്കാർക്കും അങ്ങനെ ചിന്തിക്കാൻ തോന്നിയില്ലല്ലോ. സൂരജ് കൂടെ ഉണ്ടെന്ന് കേട്ടപ്പോഴേ എനിക്ക് സന്തോഷമായി. ഒരു പ്രശ്നം വന്നപ്പോൾ നമുക്കൊപ്പം വരാൻ സൂര്യന് മനസ്സുണ്ടായല്ലോ. അതെ, പക്ഷേ ഈ വിഗ്രഹം എടുത്ത കള്ളന്മാർക്ക് അതിൻ്റെ മൂല്യത്തെക്കുറിച്ച് ബോധമുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മുടെ നാട്ടിലെ കടകളിൽ വിൽക്കാൻ അവർ ശ്രമിക്കില്ല. അത് വിദേശത്ത് എവിടെയെങ്കിലും കയറ്റി അയക്കാനേ ശ്രമിക്കൂ. അത് ശരിയാ. എങ്കിലും നമ്മൾ ശ്രമിച്ചില്ലെന്ന് വേണ്ടല്ലോ. അതിന്റെ മൂല്യം അറിയാത്തവരോ വിദേശ ബന്ധങ്ങളില്ലാത്ത കള്ളന്മാരോ ആണ് എടുത്തതെങ്കിലോ